5:30 വരെ സമയം തരും, അതിനുള്ളിൽ ഹോർമുസ് തുറന്നിരിക്കണം. ഇറാന് അന്ത്യശാസനവുമായി അമേരിക്ക. പേടിപ്പിക്കൽ സഖ്യകക്ഷികളോട് മതി, ഇങ്ങോട്ടെടുക്കണ്ട. ഹോർമുസിൽ കൈവച്ചാൽ പേർഷ്യൻ, ഒമാൻ ഉൾക്കടലുകളിലെ തുറമുഖങ്ങൾ നിന്ന് കത്തും. അമേരിക്കയ്ക്ക് IRGCയുടെ മറുപടി. ആകാശ യുദ്ധത്തിന് പിന്നാലെ കടലിലെ പോർവിളി യുദ്ധത്തിലേക്ക് കടക്കുമോ? 5:30 വരെ സമയം അനുവദിച്ച ഡൊണാൾഡ് ട്രംപ് പടക്കപ്പലുകൾ ഇപ്പോൾ ഹോർമുസിലേക്ക് അയച്ചിരിക്കുകയാണ്. 5:30 എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച വെളുപ്പിനെ 3:30 ഈ ഒരു യുദ്ധം ഒരു മഹായുദ്ധമായി പരിണമിക്കുമോ എന്നുള്ള ഒരാശങ്കയാണ് ലോകരാജ്യങ്ങൾക്ക് ഉടലെടുത്തിരിക്കുന്നത്. അമേരിക്കൻ പടപ്പുറപ്പാടിൽ ഇറാൻ പരുങ്ങുന്നുണ്ടെങ്കിലും ഒരിഞ്ച് പിന്നോട്ടേക്കില്ലാതെ നിൽക്കുകയാണ്. ഇറാനിയൻ തുറമുഖങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഏതൊരു നീക്കവും അയൽ രാജ്യങ്ങളിൽ പ്രതിഫലിക്കുമെന്നാണ് IRGC തിരിച്ച് അമേരിക്കയോട് മറുപടി കൊടുത്തിരിക്കുന്നത്. മേഖലയിലെ സമുദ്ര സുരക്ഷ എന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് ഖാദം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് വക്താവ് പറഞ്ഞു. ട്രംപിന്റെ ഭീഷണികൾ ചിരിക്കാൻ വകയുള്ളതാണെന്ന് ഇറാൻ നേവി കമാൻഡർ അഡ്മിറൽ ഷഹറാം ഇറാനി പരിഹസിച്ചു. മേഖലയിലെ എല്ലാ US സൈനിക നീക്കങ്ങളും ഇറാനിയൻ സേന നിരീക്ഷിച്ചു വരികയാണെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ US നാവികസേന ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കുമെന്ന് പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു. ഇത് സംബന്ധിച്ച് നാവികസേനയ്ക്ക് നിർദ്ദേശം നൽകിയെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഹോർമുസിലേക്ക് കൂടുതൽ പടക്കപ്പലുകൾ എത്തുന്നതോടുകൂടി എന്തൊക്കെയോ അമേരിക്ക തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാകുകയാണ്. തിങ്കളാഴ്ച വൈകുന്നേരം മുതൽ ഇറാനിയൻ തീരങ്ങളിലേക്കും തുറമുഖങ്ങളിലേക്കും പോകുന്ന എല്ലാ കപ്പലുകളെയും തടയുമെന്നാണ് US സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഇതര രാജ്യങ്ങളുടെ യാത്ര അനുവദിക്കുമെങ്കിലും ഇറാന്റെ വ്യാപാരത്തെ പൂർണ്ണമായും സ്തംഭിപ്പിക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. എന്നാൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമുസിൽ നിയന്ത്രണങ്ങൾ വരുന്നത് രാജ്യാന്തര എണ്ണ വിപണിയെയും അതുവഴി അമേരിക്കൻ ജനതയെയും നേരിട്ട് ബാധിക്കുമെന്നാണ് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ്. അമേരിക്കൻ നാവികസേന ഉപരോധം നടപ്പിലാക്കാൻ ഒരുങ്ങുമ്പോൾ കാലിബാഫിന്റെ ഗണിതശാസ്ത്ര പ്രവചനം പോലെ എണ്ണവില കുതിച്ചുയരുമോ എന്നാണ് ലോകം ഇപ്പോൾ ഭയക്കുന്നത്. കടൽ യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നതെങ്കിൽ കാത്തിരിക്കുന്നത് വൻ ദുരന്തമായിരിക്കും. പേർഷ്യൻ, ഒമാൻ കടലുകളിലെ തുറമുഖങ്ങളും കപ്പലുകളും ഇറാൻ ആക്രമിക്കുമെന്ന ഭയത്തിൽ തന്നെയാണ് ലോകരാജ്യങ്ങൾ. ഇവിടങ്ങളിലെല്ലാം നിരവധി രാജ്യങ്ങളുടെ കപ്പലുകളാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഈ കപ്പലുകളിൽ നിരവധി ജീവനക്കാരുമുണ്ട്. പെട്രോളിയം തുടങ്ങി എല്ലാ ഉൽപ്പന്നങ്ങളുമായിട്ടാണ് ഈ കപ്പലുകൾ കിടക്കുന്നത്. അതൊക്കെ നശിപ്പിക്കാൻ ഇറാൻ തുനിഞ്ഞിറങ്ങിയാൽ ലോകം നേരിടാൻ പോകുന്നത് വൻ നാശമായിരിക്കും. ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളുടെ ചങ്കിടിക്കുകയാണിപ്പോൾ. കടൽ യുദ്ധമെങ്കിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലേക്ക് കാര്യങ്ങളെത്തും. ഹോർമുസ് കടലിടുക്കിലെ സ്വാധീനം നിലനിർത്താൻ എന്തു വില കൊടുത്തും ഇറാൻ പൊരുതുമെന്ന് യുദ്ധവിദഗ്ധർ പറയുന്നു. ഹോർമുസ് കടലിടുക്കിൽ ഹോളിവുഡ് ശൈലിയിലുള്ള തന്ത്രങ്ങൾ ഫലിക്കില്ല എന്ന് ടെഹ്റാൻ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസർ സോഹ്റെ ഖരാസ്മി അൽ ജസീറയോട് പ്രതികരിച്ചു. ഹോർമുസ് കടലിടുക്കിൽ US ഏർപ്പെടുത്തുന്ന ഏതൊരു നാവിക ഉപരോധത്തെയും ഇറാനിയൻ സൈന്യം പ്രതിരോധിക്കുമെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആകാശത്തും ഭൂമിയിലും ഇറാൻ US സൈന്യത്തിനെതിരെ പോരാടിയിട്ടുണ്ടെന്ന് ഖരാസ്മി ചൂണ്ടിക്കാട്ടി. നാവിക മേഖലയും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. F-35 വിമാനങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും കപ്പലുകളെ ആക്രമിക്കുന്നത്. ചൈനീസ് ഇടപെടലിനുള്ള സാധ്യതയുമുണ്ട്. ചൈനീസ് കപ്പലുകൾക്ക് അവർ അകമ്പടി സേവിക്കാൻ തീരുമാനിച്ചേക്കാം. ഇത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് കാരണമാകുമെന്നും ഖരാസ്മി പറഞ്ഞു. ഹോർമുസ് കടലിടുക്ക് ഇറാൻ സുരക്ഷാ സേനയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ തുറന്നടിക്കുന്നു. ശത്രുവിന്റെ ഏതെങ്കിലും തെറ്റായ നീക്കം അവരെ മരണച്ചുഴിയിൽ കുടുക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. ഹോർമുസ് തടയുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇറാനും അമേരിക്കയും തമ്മിൽ കടുത്ത വാഗ്വാദങ്ങളിലേക്കും പോരിലേക്കും എത്തിയിരിക്കുകയാണ്. ഇത് ഒരു കടൽ യുദ്ധമായി മാറുമോ? മേഖല കലുഷിതമാകുന്നു. 2 ആഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം ഹോർമുസ് കടലിടുക്കിലൂടെ പരിമിതമായ തോതിൽ കപ്പൽ ഗതാഗതം പുനരാരംഭിച്ചിരുന്നു. ഇതിനിടയിലാണ് തിങ്കളാഴ്ച മുതൽ ഇറാൻ തുറമുഖങ്ങളിലും തീരപ്രദേശങ്ങളിലും ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അമേരിക്കൻ സൈന്യം അറിയിച്ചത്.
US-ഉം ഇറാനും തമ്മിൽ പാകിസ്ഥാനിൽ നടന്ന വെടിനിർത്തൽ ചർച്ചകൾ തീരുമാനമാകാതെ പിരിഞ്ഞതിന് പിന്നാലെ എന്തിനും തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് അമേരിക്ക. അതായത് തങ്ങളുടെ ആവശ്യങ്ങൾ ഇറാൻ അംഗീകരിക്കാൻ തയ്യാറാകാത്ത പക്ഷം ഇറാനെ വരിഞ്ഞു മുറുക്കുക എന്നുള്ള നീക്കമാണ് അമേരിക്ക ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഉപരോധവും. ഇറാൻ തുറമുഖങ്ങളിലേക്ക് വരുന്നതോ അവിടെ നിന്ന് പോകുന്നതോ ആയ എല്ലാ രാജ്യങ്ങളിലെയും കപ്പലുകൾക്ക് ഉപരോധം ബാധകമായിരിക്കും. ഇത് ട്രംപ് പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ ഇറാൻ തുറമുഖങ്ങളിലേക്ക് പോകാൻ ഇപ്പോൾ മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾ ഭയക്കുകയാണ്. ലോകത്തിലെ ഊർജ്ജ വിതരണത്തിന്റെ 20% കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം ഈ പ്രഖ്യാപനത്തോടെ വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുന്നു. വെടിനിർത്തലിന് ശേഷം പുനരാരംഭിച്ച കപ്പൽ ഗതാഗതം ഉപരോധത്തോടെ വീണ്ടും നിലച്ചതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഒരു ഇക്വേഷൻ പങ്കുവെച്ചുകൊണ്ടാണ് ഖാലിബാഫിന്റെ കുറിപ്പ്. അതത്ര നിസ്സാരമായി തള്ളിക്കളയാനും കഴിയില്ല.